എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ മണിത്താറാവുണ്ട്. ആ മണിത്താറാവിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത്. നമുക്ക് മണിത്താറാവിൻ്റെ കൂടിൻ്റെ അടുത്തേക്ക് പോകാം. രാവിലെ കണ്ടോ, എല്ലാവരെയും അഴിച്ചു വിടാൻ വേണ്ടി എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കുക. നോക്കിയിട്ടപ്പോൾ എല്ലാവരും ഓട്ടിപ്പോവാ. 3 ചെറിയ പൂവൻ കോഴിയുണ്ട്, 3 ഗിനിക്കോഴിയുണ്ട് കണ്ടോ. പിന്നെ എന്തേ നമ്മുടെ ടർക്കിയുടെ ഒരു കുഞ്ഞ. ഗോതമ്പ് തവിടും അതുപോലെ കുറച്ച് വേസ്റ്റ് വന്ന ചോറുമാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണമായി ഈ മണിത്താറാവിന് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. ബ്രൗൺസ് കളറിലുള്ള മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും ചേർന്ന മണിത്താറാവിൻ്റെ പൂവനാണ്. ഇത് പിടയാണ്. ഇത് നമ്മുടെ ടർക്കി കോഴിയാണ്. അതുപോലെ ഇത് ബ്രൗൺസ് കളറിലുള്ള മറ്റൊരു മണിത്താറാവിൻ്റെ കുഞ്ഞാണ്. ടർക്കി കോഴി നമുക്ക് 4 എണ്ണം ഉണ്ട്. അതുപോലെ ഗിനിക്കോഴിയും 3 എണ്ണമാണ് നമുക്കുള്ളത്. അവയെല്ലാം ഈ മണിത്താറാവിൻ്റെ കൂടെ തന്നെയാണ് നടപ്പ്. ഇതും ടർക്കിയുടെ മറ്റൊരു കുഞ്ഞാണ്. എല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് ടർക്കിയുടെ പിട. എന്തായാലും മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ 21 എണ്ണം ബ്രൗൺസ് കളറിലുള്ളത് എൻ്റെ കൈവശം ഇപ്പോൾ ഉണ്ട്. ഈ ടർക്കി കോഴി നമ്മളുടെ അടുത്തെല്ലാം വരും, ഒരു പ്രശ്നവും ഇല്ല. ഗിനിക്കോഴി കണ്ടു കഴിഞ്ഞാൽ ഇതിന് കൊത്തി ഓടിക്കും. കണ്ടില്ലേ, 3 ഗിനിക്കോഴിയുണ്ട്. അത് ഈ മണിത്താറാവിൻ്റെ കൂടെ ഇങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട് ഇതിനെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ രാവിലെ ഇരിക്കാൻ. ഗിനിക്കോഴി സാധാരണ മരത്തിൻ്റെ മുകളിലൊക്കെയാണ് രാത്രി കയറിയിരിക്കാറ്. പക്ഷേ ഇവിടെ ഉള്ള ഗിനിക്കോഴി ഈ താറാവിൻ്റെ കൂടെ തന്നെ വൈകിട്ട് കൂട്ടിൽ കയറുന്നുണ്ട്. ഞാനിപ്പോൾ വളർത്തുന്നത് 21 മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളും അതുപോലെ 3 ഗിനിക്കോഴിയും 5 ടർക്കി കോഴികളുമാണ്. ടർക്കിയാണ് നമ്മൾ കൽക്കം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഒരു പൂവൻ കോഴിയാണ്. 3 പൂവൻ കോഴിയാണ് നമുക്കുള്ളത്. വെള്ള കളറിലേതാണ്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് വന്നതിന് ശേഷം നമുക്ക് ഒരു ടൈം പാസ് തന്നെയാണ് ഇവയെ കെയർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതാണ് കൽക്കത്തിൻ്റെ കുഞ്ഞ്. ഈ കൽക്കവും ഗിനിക്കോഴിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ പറമ്പുകളിൽ പാമ്പ് വരാതെ ഇരിക്കും. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൊത്തി തിന്നുകയും ചെയ്യുന്നതാണ്. കണ്ടില്ലേ, രാവിലെ ഗോതമ്പ് തവിടൊക്കെയാണ് ഇവരുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീറ്റയൊക്കെ തിന്ന് പതിയെ നടക്കുകയാണ്. ഇത് ഒരു മെയിലാണ്, വൈറ്റും ബ്ലാക്കും ചേർന്ന മെയിലാണ്. നല്ല തൂക്കമൊക്കെ ഉണ്ട്. 3 കിലോയുടെ അടുത്ത് ഏകദേശം തൂക്കമുണ്ട്. തൊട്ടടുത്ത് കാണുന്ന ഈ വൈറ്റ് കളറിലുള്ളത് ഇതും ഒരു മെയിൽ താറാവാണ്, മണിത്താറാവാണ്. ഇതിനും ഏകദേശം 2.5-3 കിലോയോളം വെയിറ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ. കണ്ടില്ലേ, ആ മണിത്താറാവിൻ്റെ തൊട്ടടുത്തൂടെ ഗിനിക്കോഴിയാണ് പോകുന്നത്. ഗിനിക്കോഴി സാധാരണ നമ്മളോട് അടുത്ത് അധികം അടുപ്പം കാണിക്കാറില്ല. മണിത്താറാവിൻ്റെ ഒരു ഫീമെയിലാണ് ഈ കാണുന്നത്. മണിത്താറാവ് സാധാരണ നല്ലതുപോലെ പറക്കും മറ്റ് താറാവുകളെ അപേക്ഷിച്ച്. ചെറിയ മണിത്താറാവുകളൊന്നും ഇതുവരെ പറക്കാറായിട്ടില്ല. അതിൻ്റെ ചിറകൊക്കെ മുളച്ച് വരുന്നതേ ഉള്ളൂ. മണിത്താറാവിനെ കുളിക്കുവാൻ വേണ്ടി ഞാനൊരു ടാങ്കൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ആ ടാങ്കിലിറങ്ങി ഈ താറാവ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമൊക്കെ കുളിക്കും. ഭയങ്കര വൃത്തിയുള്ള ഒരു കൂട്ടത്തിലാണ് ഈ ഒരു മണിത്താറാവ്. ഈ കാണുന്ന എൻ്റെ കയ്യിലുള്ള 21 മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളും ബ്രൗൺസ് കളറിലുള്ള മണിത്താറാവിൻ്റെ കുഞ്ഞാണ്.
പട്ടിയും പൂച്ചയൊക്കെ വരികയാണെങ്കിൽ ഗിനിക്കോഴി ഉച്ചത്തിൽ സൗണ്ട് ഉണ്ടാക്കും. അത് കേട്ട് മറ്റ് താറാവുകൾ ഓടി കൂട്ടിൽ കയറുകയും ചെയ്യും. സാധാരണ താറാവുകളെ അപേക്ഷിച്ച് വലിയ സൗണ്ടൊന്നുമില്ല മണിത്താറാവിന്. എൻ്റെ കയ്യിൽ വലിയ മണിത്താറാവ് 6 എണ്ണമാണുള്ളത്. അതിൽ 2 എണ്ണം പൂവനും ബാക്കി 4 എണ്ണം പിടയുമാണ്. കണ്ടില്ലേ, രാവിലെ കുണുങ്ങി ആ ടാങ്കിലിറങ്ങി കുളിക്കുവാനുള്ള പോക്കാണ്. എല്ലാവരും ടാങ്കിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്, വെള്ളം കുടിക്കുന്നു. അതുപോലെ അതിനുശേഷം ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇവർ കുളിക്കുകയും ചെയ്യും. ആദ്യമേ പറഞ്ഞല്ലോ, ഇവ ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തിലാണ്. ദേ നോക്കിക്കേ, അവയുടെ ദേഹത്തെ ഒരു തരി ചെളി പോലുമില്ല. ദിവസവും കുളിക്കുകയൊക്കെ ചെയ്യും. രാവിലെ നേരം വെളുത്ത് വന്നതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവയ്ക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഒരു ചെറിയ മടി കാണിക്കുന്നുണ്ട്. മണിത്താറാവിനെ കാണുവാൻ തന്നെ പ്രത്യേക സൗന്ദര്യമാണ്. ദേ നമ്മുടെ ഒരു മണിത്താറാവ് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നു. ഇവയെ ഫ്ലൈയിങ് ഡക്ക് എന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവ നല്ലതുപോലെ പറക്കുന്നതാണ്. നമ്മുടെ താഴെ നിന്ന് വീടിൻ്റെ മുകളിലൊക്കെ പറന്ന് കയറും. അതുപോലെ ഒരു 50 മീറ്ററോളം മുന്നോട്ട് നല്ലതുപോലെ പറന്ന് ചെല്ലും. എന്തായാലും രാവിലെ ടാങ്കിലിറങ്ങി എല്ലാവരും കുളിക്കുകയാണ്. സാധാരണ മുട്ടയിടാറായ മണിത്താറാവുകൾ തനിയെ പോയി മുട്ടയിടുകയും ആ മുട്ടയ്ക്ക് അടയിരിക്കുകയും ചെയ്യുന്ന ഇനമാണ്. സാധാരണ താറാവുകൾ അടയിരുന്ന് കാണാറില്ല. മുട്ടയും അതുപോലെ പല സ്ഥലങ്ങളിലുമാണ് ഇടുന്നത്. ഇത് സാധാരണ കോഴി മുട്ടയിടുന്നത് പോലെ ഒരു പ്രത്യേക സ്ഥലം നോക്കി അവിടെ പോയിരുന്ന് മുട്ടയിടുന്നതാണ്. ഒരിടത്ത് മുട്ടയിടുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മുട്ട എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ മുട്ടയിടുന്ന സ്ഥലം അത് മാറി മറ്റൊരു സ്ഥലത്ത് നമ്മളാരും കാണാതെ മുട്ടയിടുന്നത് ആയിരിക്കും. മുട്ട നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 3-4 മുട്ട ഇട്ടതിന് ശേഷം 2 മുട്ടയെങ്കിലും ആ കൂട്ടിൽ വെച്ചതിന് ശേഷം മാത്രമേ മുട്ടകൾ എടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ വീണ്ടും അവിടെ തന്നെ ഈ മണിത്താറാവുകൾ മുട്ടയിടുകയുള്ളൂ. കണ്ടില്ലേ, ഇത് മണിത്താറാവിൻ്റെ നല്ല വെള്ള കളറിലുള്ള പൂവനാണ്. ഇനി അടുത്തതായി നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളും വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കുകയാണ്. കണ്ടില്ലേ, ഈ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഞാൻ കോഴഞ്ചേരിയിൽ നിന്നും വാങ്ങിയതായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വാങ്ങിയതാണ്. അതായത് മുട്ട വിരിഞ്ഞ് ഒരു 12 ദിവസം 13 ദിവസം പ്രായമുള്ളപ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 1 മാസം ആയിട്ടുണ്ട്. ആ മഞ്ഞ കളറിലുള്ള തൂവലൊക്കെ പോയി നല്ല ബ്ലാക്ക് കളറ്, അതുപോലെ വൈറ്റ് കളറൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇത് ബ്രൗൺസ് കളറിലുള്ള മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. നല്ല രസമായിരിക്കും ബ്രൗൺസ് കളറിലെ മണിത്താറാവിൻ്റെ ആ ഒരു മെച്ചൂർഡ് പ്രായമായി കഴിയുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതേപോലെ നല്ല രസം തന്നെയാണ് വൈറ്റും ബ്ലാക്കും ഉള്ള മണിത്താറാവിനെയും കാണുവാൻ. എന്തായാലും ഇവകളെ ഞാൻ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മണിത്താറാവിനെയൊക്കെ കൊടുക്കാറാവുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ ഈ ഒരു ചാനലിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും തനിയെ കൂട്ടിൽ കയറിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഗിരിക്കോഴിയും ടർക്കി കോഴിയും കൽക്കവും നമ്മുടെ സാധാ 3 കോഴിക്കുഞ്ഞുങ്ങളും മണിത്താറാവിൻ്റെ ബ്രൗൺസ് കളറിലെ കുഞ്ഞുങ്ങളും എല്ലാവരും അച്ചടക്കമായിട്ട് തന്നെ കൂട്ടിൽ കയറി. നമ്മളെ പിടിച്ചിടേണ്ട യാതൊരു ആവശ്യം പോലുമില്ല. ഇവ തനിയെ കൂട്ടിൽ കയറിക്കോളും.